ഒരാളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പം പല സൈഡിൽ നിന്നും പല ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചത്? എന്നോട് കൺവേഡ് ആയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് നടന്നിട്ടില്ല. എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ളൊരു ഒരു ഉൾക്കളികൾ വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കള്ളമായിരിക്കും. ചിലർ പറയുന്നു ഞാൻ പ്രാക്ടീസിന് പോയിട്ടില്ല, ടീമിലെടുത്തില്ല, ഇങ്ങനെ പ്രാക്ടീസിന് പോകും. എൻ്റെ ബർത്ത്ഡേക്ക് വരുന്നതിനെക്കാട്ടി ഒരു 5-6 ഇരട്ടി ഹേറ്റ് മെസ്സേജസ് അതിൽ വന്നുകൊണ്ടിരിക്കുക. ഹേറ്റ് മെസ്സേജസ് ബിക്കോസ് ഐ ചീറ്റഡ് കേരള വെൻ ടു മുംബൈ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തന്നെ. ആക്ടർ എന്ന നിലയിൽ സംതിങ് ഐ ഹാവ് ടു പെർഫോം എന്നുള്ള സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സാധനം കിട്ടുന്നില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് മാനസികമായി സംതൃപ്തിയും കിട്ടുന്നില്ല. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വേഴ്സസ് ഒന്നും അല്ലെന്ന്, ഞാൻ ഒരിക്കലും പറയത്തുമില്ല. ടീം എഫേർട്ടാണ്. 11 പേരുടെ ടീമാണ്. അതിലൊരാൾ ഒരു പക്ഷേ മൊമെന്റ് ഓഫ് ബ്രില്യൻസ് മതി ഒരു കളി ജയിപ്പിക്കാൻ. മുംബൈക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെതായിട്ട് കളിക്കുകയും ഫസ്റ്റ് ബോൾ റൺഔട്ട് ആവുകയും ചെയ്യുന്ന ഒരു ബേസിക്കലി ഞാൻ അതിന് ഓടാൻ കാരണം അത് എൻ്റെ മിസ്റ്റേക്കാണ്, മൈ ബ്രെയിൻ ഫേർഡ് മൂവ്മെൻറ്റ്. ബട്ട് ദെൻ അവിടുത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. മലയാളത്തിൽ തന്നെ അതിന് പോലും യോഗ്യനായിട്ട് കാണുന്നില്ല. ചെറിയ സ്പെക്യൂൾ അവിടുന്ന് പൊട്ടി ഇവിടെ ഇപ്പോഴും നടപ്പുണ്ട്. 2 എൻ്റെ ഇവിടെ ഫ്രാക്ചറായി ഷോൾഡർ. പിന്നെ 3 എൻ്റെ ബൈസെപ്സ് ടെൻഡൻ കട്ടായിപ്പോയി. ഞാൻ പിക്ചർ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാൻ ഐ ഹവ് ലിറ്ററലി ഗിവൺ മൈ ബ്ലഡ് എന്നാണ് പറഞ്ഞത്. ഉണ്ണി പറഞ്ഞ സത്യമാണ്. കാരണം ടീമിലുള്ളവർ ആണ് പ്രാക്ടീസിന് വന്നിരിക്കുന്നത്. അതിൽ ഇങ്ങനൊരു വർഷമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇല്ലെന്നറിഞ്ഞിട്ട് വിളിച്ചവരുണ്ട്. മണിക്കുട്ടൻ വിളിച്ചു, അർജുൻ, സിദ്ധാർത്ഥ് മേനൻ. They were kind enough to give me a call and they realized the fact that I'm not there. ചില കോളേജസിൽ പണ്ട് ഞാൻ ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കാറ് വരെ കൊണ്ടുപോകാൻ പ്രയാസമായിരുന്നു. ബട്ട് അതേ കോളേജിൽ നിന്ന് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ ആരാണെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നോ അല്ലെങ്കിൽ അവൻ വൃത്തികെട്ടവരാണെന്നോ അവൻ ആ ചെയ്തത് തീരെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാനൊരു നല്ല മനുഷ്യനല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നു. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, എക്സ്ചേഞ്ചസ് ആൻഡ് മോർ ഓൺലി അറ്റ് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. വെൽക്കം രാജീവ് പിള്ള. സ്വാഗതം ബ്രോ. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെൻറ്റിലാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഈ ചില വിവാദങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങളൊക്കെ വരുന്നു. CCL തുടങ്ങി ബ്രോ ഇല്ലാതെ ഒരു CCL ടീം വരുന്നു, ബ്രോ അറിയുന്നില്ല. ശരിക്കും എന്താണ്? പല സൈഡിൽ നിന്നും പല ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ ഒരു പറഞ്ഞിരുന്നു. അതിൽ കൂടുതൽ അതാണ് ആക്ച്വലി എല്ലാം. നമ്മൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ചെറിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഒരു ആക്ടറിന്, ഒരു സാധാരണ ആക്ടറിനുള്ളതിനെക്കാട്ടി ഒരു പക്ഷേ 10-11 ഫോളോവേഴ്സ് എനിക്കുള്ളൂ. ഞാൻ വളരെ മോശമാണ് സോഷ്യൽ മീഡിയയിൽ. ഇവഞ്ച്വലി എൻ്റെ ബർത്ത്ഡേക്ക് വരുന്നതിനെക്കാട്ടി ഒരു 5-6 ഇരട്ടി ഹേറ്റ് മെസ്സേജസ് അതിൽ വന്നുകൊണ്ടിരിക്കുക. ഹേറ്റ് മെസ്സേജസ് ബിക്കോസ് ഐ ചീറ്റഡ് കേരള വെൻ ടു മുംബൈ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തന്നെ. ചിലർക്ക് പറയുന്നത് ഞങ്ങൾ ചെറുപ്പം, കൗമാരം, യൗവനം ഒക്കെ നിങ്ങളൊക്കെ കേരള സ്ട്രൈക്കേഴ്സിൽ കളിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ പോകാൻ പറ്റിയെന്നൊക്കെ. അപ്പം എല്ലാവർക്കും കൂടെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്താണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രേ ഉള്ളൂ. നമ്മളെ സ്ക്വാഡിൽ ഇല്ലായിരുന്നു. അതിന് അവരുടെ ന്യായീകരണങ്ങൾ കാണാം. ഐ ഡോണ്ട് നോ. ചിലപ്പം എൻ്റെ മിസ്റ്റേക്കുകൾ വന്നു എന്ന് എനിക്കറിയില്ല. ഇവൻ ഉണ്ടെങ്കിൽ തന്നെ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ റെക്ടിഫൈ ചെയ്തേനെ. എനിക്കറിയില്ല ഇത് ആരുടെ തീരുമാനമാണ്. ബട്ട് ഐ റെസ്പെക്ട് ദം. കഴിഞ്ഞ 2012 മുതൽ 2024 വരെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കൂടെ 25 കേരള സ്ട്രൈക്കേഴ്സ് കളിച്ചില്ല. 2025 കേരള സ്ട്രൈക്കേഴ്സ് കളിച്ചില്ല എന്നുള്ള സമയത്താണ് എനിക്ക് മുംബൈക്ക് കളിക്കാൻ വേണ്ടി അവർ NOC തന്നു. പ്രൊവൈഡഡ് ഐ വിൽ കം ബാക്ക് ടു കേരള സ്ട്രൈക്കേഴ്സ് കളിക്കുമ്പോൾ. ബട്ട് അത്രയും നാൾ എന്നെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രാഞ്ചൈസിയാണ് മാനേജ്മെൻറ്റ്. ബട്ട് ഇവഞ്ച്വലി റീസൺ അറിയാതെ ഞാൻ എന്ത് പറയാനാണ്? ചിലർ പറയുന്നു ഞാൻ പ്രാക്ടീസിന് പോയിട്ടില്ല, ടീമിലെടുത്തില്ല, ഇങ്ങനെ പ്രാക്ടീസിന് പോകും. പ്രാക്ടീസിന് പോയില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പല സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ അവരുടെ പ്രസ് മീറ്റിലും 1-2 സ്ഥലങ്ങളിൽ സ്ട്രെസ് ചെയ്ത് ടീമിലുള്ള എല്ലാവരും പ്രാക്ടീസിനും വന്നിരുന്നു എന്നുള്ള രീതിയിൽ 1-2 സ്ട്രെസ് ചെയ്ത് ഇപ്പം ഉണ്ണിയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും ഒക്കെ ആ വേർഡ്സ് വന്നിട്ടുണ്ട്. അപ്പം പലരും പറഞ്ഞു രാജീവ് പിള്ള പ്രാക്ടീസിന് പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. അങ്ങനെ ഒരു ഉണ്ണി പറഞ്ഞ സത്യമാണ്. കാരണം ടീമിലുള്ളവർ ആണ് പ്രാക്ടീസിന് വന്നിരിക്കുന്നത്. അതിൽ ഇങ്ങനൊരു വർഷമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ണി പറഞ്ഞ സത്യമാണ്. ടീമിലുള്ളവർ അയക്ക് പ്രാക്ടീസിന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ദാറ്റ് യെസ് ഡൺ. ഇതിൻ്റെ ഒരു ഇപ്പം നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ CCL നോക്കുമ്പോൾ ഫോർമർ പ്ലെയർ രാജീവ് പിള്ള എന്നിട്ടുണ്ട്.
എനിക്ക് കണ്ടപ്പോൾ അല്ലാണ്ട് തോന്നി. കാരണം ഇപ്പം അല്ലാതെ ഇപ്പം ലാലേട്ടനൊക്കെ ഫോൺ പ്ലെയർ നേട്ടാണ്, പക്ഷെ അദ്ദേഹത്തിന് പ്രൈം ഫോക്കസ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിലുള്ള ഒരു നമുക്കറിയാമല്ലോ, അദ്ദേഹം അതിലുള്ള ഒരു വ്യക്തിയല്ല. പക്ഷേ ഇത്രയും മനോഹരമായി കളിക്കുന്ന ഒരാളെ ഫോർമർ പ്ലെയർ എന്ന് കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഫീല് തോന്നി. അത് നോക്കിയായിരുന്നോ? ഇല്ല, ഞാനത് നോക്കിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര വീക്കാണ് സോഷ്യൽ മീഡിയ. ബട്ട് സ്റ്റിൽ ഫോമർ കേരള സ്ട്രൈക്കേഴ്സ് പ്ലെയർ ആണെങ്കിൽ ഓക്കെ, ബട്ട് ഇവഞ്ച്വലി ഞാൻ ഇപ്പോഴും മുംബൈ സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഫോമർ CCL പ്ലെയർ ആയിട്ടില്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് CCL അല്ലല്ലോ, നമ്മൾ ഷൂട്ടിനിടയിൽ വന്ന് ചെയ്യുന്നതേ ഉള്ളൂ. വി ആർ നോട്ട് പ്ലേയേഴ്സ്. ഈ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു, എന്ത് റീസൺസ് കൊണ്ടാണല്ലോ. ഇപ്പം 22ഓളം പേരടങ്ങുന്ന ഒരു സ്ക്വാഡാണ് ഒരു ടീം. എൻ്റെ ഒരു അറിവ് ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് ശരിയാണ്, 22 പേരാണ് അതിൻ്റെ അകത്ത് അടങ്ങുന്നത്. അതിൽ 11 പേര് കളിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാവാം. ഈ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, ആരോടെങ്കിലുമൊക്കെ ചോദിക്കുകയോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും വരികയോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വിളിച്ചവരുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലെന്ന് അറിഞ്ഞിട്ട് വിളിച്ചവരുണ്ട്. മണിക്കുട്ടൻ വിളിച്ചു, അർജുൻ, സിദ്ധാർത്ഥ് മേനൻ. They were kind enough to give me a call and they realized the fact that I'm not there. അപ്പോൾ അവർ ഇല്ലാത്തതിൽ വിഷമമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇത്രയും പേര് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് ഒരു പക്ഷേ ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നിരിക്കുക, അതുകൊണ്ട് ജെനുവിൻലി ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇവർ വിളിച്ചിട്ട് തന്നെ. ഓക്കെ. ഈ എനിക്ക് തോന്നുന്നു അർജുനാണോ പ്രസ് മീറ്റിൽ ഇപ്പം രാജീവ് പിള്ള വേഴ്സസ് ബാക്കിയുള്ള ടീം എന്ന് പറയുന്ന സമയത്ത്, അല്ല രാജീവ് പിള്ള മാത്രമല്ല ക്രിക്കറ്റിനെ വിജയിപ്പിക്കുന്നത്, ബാക്കിയുള്ള മദൻ മോഹൻ ആണെന്നുണ്ടെങ്കിൽ വിവേക് ഗോപൻ ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വിജയിപ്പിച്ചിരുന്നു. രാജീവ് പിള്ള ഒറ്റയ്ക്കല്ല ഒരു ടീമിനെ കൊണ്ടുപോയത് ശക്തിയുക്തം എതിർത്ത, എനിക്ക് അർജുനാണോ എന്ന് ഞാൻ വിട്ടുപോയി, പേര് പറഞ്ഞത് അദ്ദേഹം ആണെന്ന് തോന്നുന്നു. ആയിരിക്കും, അയാൾ പറയുന്ന സത്യമാണ്. ഇറ്റ്സ് എ ടീം എഫേർട്ട്. ടീം എഫേർട്ടാണല്ലോ. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വേഴ്സസ് ഒന്നും അല്ലെന്ന്, ഞാൻ ഒരിക്കലും പറയത്തുമില്ല. ടീം എഫേർട്ടാണ്. 11 പേരുടെ ടീമാണ്. അതിലൊരാൾ ഒരു പക്ഷേ മൊമെൻ്റ് ഓഫ് ബ്രില്യൻസ് മതി ഒരു കളി ജയിപ്പിക്കാൻ. അങ്ങനെ ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എപ്പോഴും ഓർക്കുന്നുള്ളൂ, മറ്റേ 2014 സന്തോഷ് ലീബ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ലാസ്റ്റ് ബോൾ 4 അടിച്ച് കളി ജയിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ കുറച്ച് ഒരു ക്യാച്ചസ് ആയിരിക്കും. ഇതെല്ലാം ഒരു ടീം എഫേർട്ടാണ്, ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല ക്രിക്കറ്റ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓരോ ടീമിൽ നിന്ന് വിളികളൊന്നും വരുന്നില്ല. സെപ്റ്റംബറിലൊക്കെയാണ്, ആ സമയത്താണ് 2025 സെപ്റ്റംബർ സമയത്തൊക്കെയാണ് പല മെയിലുകൾ അയച്ചിട്ടും റെസ്പോൺസ് വരുന്നില്ല. പക്ഷേ NOC ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് NOC അയച്ചായിരുന്നു. ഇപ്പം ഒരു സിനിമയിൽ ഇത്രയും സെലിബ്രിറ്റി സ്റ്റാർട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, പല ഭാഷകളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി, മലയാളി, കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഇത്രയും വർഷം ടീമിൽ വളരെ ശക്തിയാർജ്ജം കളിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ മറുപടികൾ തരാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? ബ്രദർ, എനിക്ക് ഒരാളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പം അവരെ തന്നെ ചിലർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും അവനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതൊരു ഗ്രൂപ്പായിരിക്കും. ചിലപ്പോൾ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് പിന്നീടായിരിക്കും മനസ്സിലായത് ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഗോഡ് ഇറ്റ്. ഒരാളുടെ തീരുമാനമല്ലല്ലോ ഇത്. കുറേ പേര് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അവനോട് കൺവേ ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ കൺവേ ചെയ്യാൻ പറഞ്ഞ വ്യക്തി പറയാതെ ആയിരിക്കാം. എൻഡ് ഓഫ് ദ ഡേ എന്നോട് കൺവേഡ് ആയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് നടന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മനോരമയിലാണ് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ബൈറ്റ് വരുന്നത്. അതിനുശേഷം മാനേജ്മെന്റിൽ നിന്ന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ? ഒന്നുമില്ല. ഒന്നും വന്നിട്ടില്ല ഉണ്ണിയുടെ ഭാഗത്തുനിന്നോ? ഇല്ല. അതിനുശേഷം മൈ ലൈഫ് വെന്റ് ഓൺ. ഐ വെന്റ് ഫോർ ഷൂട്ടിങ്. ഇത് തന്നെ ആക്ച്വലി എന്താ പറയുക, ആ ഇൻ്റർവ്യൂ വരുമ്പോൾ തന്നെ മുംബൈ ഈസ് 99.9% ഔട്ട് ഓഫ് CCL. മനസ്സിലായി. അപ്പോഴാ ഇൻ്റർവ്യൂ വന്നേ ഉള്ളൂ. അങ്ങനെയാണ്. അതെ. കാരണം അവരുടെ ഭാഗത്ത് വേറെ ഒന്നും ഇല്ല. CCLൻ്റെ ആ ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻ്റർവ്യൂ വന്നത്. റാൻഡമായിട്ട് ചോദിക്കുകയാണ്, ഒഴിവാക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനത് എൻ്റെ ചോദിക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 6 വർഷത്തിൽ ഒരു സിനിമയാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഇപ്പം ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ആക്ടിംഗ് വൈസ് ആണെന്നുണ്ടെങ്കിൽ 2015 വർഷത്തോളം 2011 സിറ്റി ഓഫ് ഗോഡ് തൊട്ട് ഇന്നും സർവൈവ് ചെയ്യുകയാണ്. എത്രയോ ആളുകൾ വന്ന് പോയി മിന്നി മറന്ന് നമ്മൾ മറന്ന പേരുകളും മുഖങ്ങളും ഉണ്ട്. ഇന്നും രാജീവ് പിള്ള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അത് ക്രിക്കറ്റിലും അറിയാം, അഭിനയത്തിലും അറിയാം. പക്ഷെ എന്നാലും താങ്കൾ മലയാളത്തിൽ ഒരേ ഒരു സിനിമ കഴിഞ്ഞ 6 വർഷത്തിനോട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ വന്ന് പോയതേ ഉള്ളൂ. അത് നമുക്ക് വിട്ടേക്കാം. എന്തുകൊണ്ടായിരിക്കും ഒരു സെൽഫ് എന്തായിരിക്കും സംഭവിക്കുന്നത്? ദാറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. ഒന്ന്, ഞാനിവിടെ ഉണ്ടോയെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കാം. 2, എനിക്ക് തോന്നുന്നൊരു മലയാളത്തിലെ ഒരു 90% ഡയറക്ടേഴ്സും വിചാരിച്ചിരിക്കുന്ന ഞാൻ ക്രിക്കറ്റ് കളിച്ച് സിനിമയിൽ വന്നതാണെന്ന്. ബട്ട് ഇവഞ്ച്വലി ലിജോ സാറിൻ്റെ സിറ്റി ഓഫ് ഗോഡ് ഞാൻ കൊടുത്ത എൻ്റെ ഓഡീഷൻ 30 സെക്കൻഡ് ഓഡീഷനാണ്. നടന്നു കൊടുത്തിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. പക്ഷേ അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്ന പോലുമില്ല. ഞാൻ റോഷൻ ആൻഡ്രൂസിനെ കഴിഞ്ഞ ദിവസം ബോംബെയിൽ വെച്ചിട്ടുണ്ട്. ഹി വാസ് ഡൂയിങ് ഹിസ്
ഹിന്ദി മൂവി. ഓക്കെ, അപ്പോൾ ഞാൻ ബോംബെയിൽ ഷൂട്ട് കിടക്കാണ് എൻ്റെ. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പോകുന്നുണ്ട്. പുള്ളിക്കാരൻ എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം കളിയില്ല എന്ന് ചോദിക്കുന്നത്. ഇവൻച്വലി എനിക്ക് പുള്ളിക്കാരനോട് പറഞ്ഞു കൊടുക്കണം, സാർ ഞാനൊരു പ്ലെയർ അല്ല. എവ്രി വൺ തിങ്സ് ദാറ്റ് ഐ എം എ പ്ലെയർ. ഐ വാണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഐ എം ഡൂയിങ് മൈ 50-second മൂവി നൗ. ഐ ഹവ് ഡൺ 6 ലാംഗ്വേജസ് ഞാൻ മൂവീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ അതൊന്നും ആർക്കും അറിയില്ല. പിന്നെ അതാണ് മെയിൻ ഫാക്ടർ. ആൻഡ് സെക്കൻഡ് തിങ് ഇസ്, എന്നെ ഇവിടുന്ന് വിളിക്കുന്ന സാധനങ്ങൾ പ്രോപ്പർലി എന്നെ ഒബ്ജക്റ്റിഫൈ ചെയ്യാനുള്ള സാധനമാണ്. ഗോഡ്, എനിക്കൊരു എന്താ പറയുക, ഒരു ആക്ടർ എന്ന നിലയിൽ സംതിങ് ഐ ഹാവ് ടു പെർഫോം എന്നുള്ള സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സാധനം കിട്ടുന്നില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് മാനസികമായി സംതൃപ്തിയും കിട്ടുന്നില്ല. ഇനി അതില്ലെങ്കിൽ ഐ ഹാവ് എ തിയേറ്റർ ഗ്രൂപ്പ്. ഞങ്ങൾ ഇന്ത്യയിൽ പലയിടത്ത് ചെയ്യാറുണ്ട്, ചെറിയ ഗ്രൂപ്പാണ്. ബട്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട്. ബട്ട് ഗോഡ് ഹാസ് ബീൻ കൈൻഡ് ദാറ്റ് ഒരു എന്താ പറയുക, തിരുവല്ലയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് നന്നൂര് അവിടുന്ന് വന്നിട്ട് ഐ ഹാവ് മൾട്ടിപ്പിൾ മൂവീസ് എവറി പോയിന്റ് ഓഫ് ടൈം. ഇപ്പോഴും എൻ്റെ 2 മൂവി ഒരു സീരീസും നടക്കുന്നുണ്ട്. ചെറുതോ വലുതോ, വലിയ പടമോ ചെറിയ പടമോ, ഇറങ്ങുന്നോ ഇറങ്ങാത്തോ എന്തോ ആയിക്കോട്ടെ, നടക്കുന്നുണ്ട്. ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. ഐ ഫീൽ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. യു നോ, നോട്ട് എ സോറി ഫിഗർ. ഈ നന്നൂരിൽ നിന്നും ഇവിടെ ബോളിവുഡ് വരെ ഒരു ആക്ടർക്ക് എത്താമെന്നുണ്ടെങ്കിൽ ഇതും കടന്നു പോകും അല്ലേ? ബോളിവുഡിൽ ആക്ച്വലി ഞാൻ 2 പടം ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും കോമഡിയാണ്. ഇൻഫാക്ട് ഞാൻ ബോളിവുഡിൽ എൻ്റെ ഒരു 2nd മൂവി ഹീറോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തീർത്ഥഹള്ളി എന്ന് പറഞ്ഞ കർണാടകത്തിൽ അതിൻ്റെ ലൊക്കേഷൻ. റിച്ച ചഡ്ഡയാണ് നായിക. ഞാൻ എൻ്റെ ആ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന്, മാംഗ്ലൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. മാംഗ്ലൂർ എയർപോർട്ടിൽ ഞാൻ വന്നപ്പം അതിൽ മലയാളത്തിലെ ലീഡിങ് ഡെയിലിയിൽ റിച്ച ചഡ്ഡയുടെ അതിൻ്റെ സപ്ലിമെൻ്റ്, ഐ ഗെസ് സപ്ലിമെൻറ്റോ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്, അതിൽ ഫസ്റ്റ് പേജിൽ ഫ്രണ്ട് പേജ് റിച്ച ചഡ്ഡയുടെ പുള്ളിക്കാരി സെറ്റ് സാരി ഉടുത്തിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഓക്കെ, ആ പിക്ചറിനിടയിൽ റിച്ച ചഡ്ഡ ഷക്കീലയുടെ ബയോപിക്കാണത്. ഓക്കെ, അതിൽ ഹീറോ ഞാനാണ്. അപ്പോൾ ഷക്കീലയായിട്ട് റിച്ച ചഡ്ഡ എന്ന് പറഞ്ഞിട്ട് ആ വലിയ ഫോട്ടോയുടെ താഴെ എഴുതി ഉണ്ട്. അതേ സെയിം ദിവസം ഇപ്പോഴത്തെ ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, അവരുടെ മാംഗ്ലൂർ ടൈംസിൽ ഈ സെയിം പിക്ചർ വന്നേക്കുക. അതിൻ്റെ അകത്ത് റിച്ച ചഡ്ഡ എഴുതിയിട്ട് രാജീവ് പിള്ള ഈസ് ഡൂയിങ് ദ മെയിൻ ലീഡോ എങ്ങാണ്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ മലയാളം എഴുതിയിട്ടില്ല. സോ ഐ ഫീൽ ബാഡ്. ഐ മീൻ ഇംഗ്ലീഷ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, മലയാളത്തിൽ പറയണ്ടേ. സ്വന്തം നാട്ടിലിടുന്നില്ല. സിനിമയിൽ നിന്ന് ഇപ്പം നമ്മുടെ CCL നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമുക്ക് എല്ലായിടത്തും നമ്മളെ ഇഷ്ടമുള്ള ആളുകളുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടാത്ത, നമ്മളൊന്നും ചെയ്തില്ല നമ്മളെ താല്പര്യമില്ലാത്ത ആളുകളും കാണും. എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു ഉൾക്കളികൾ വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കള്ളമായിരിക്കും. പക്ഷേ അതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല. എനിക്കിങ്ങനെ ആലോചിച്ച് ചിന്തിക്കാവുന്നേ പറ്റത്തുള്ളൂ, ഇതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യുമോ? ചിലപ്പോൾ ചെയ്യാം, ചിലപ്പോൾ ചെയ്യാതിരിക്കാം. ഒരാളുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരാളാണോ ഒന്നിലധികം ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. ഇറ്റ് ക്യാൻ ബി മോർ ദാൻ വൺ സിംഗിൾ പേഴ്സൺ. അതായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂസ്. അങ്ങനെ തോന്നുന്ന ആൾക്കാരോട് വിളിച്ച് ചോദിക്കാനുള്ള, ഞാൻ ബേസിക്കലി ഒരു റെക്ലൂസാണ്. ഐ സ്റ്റേ അലോൺ. എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സുള്ളൂ. ഈവൻ ഇവർ കേരള സ്ട്രൈക്കേഴ്സിലാണെങ്കിലും കളിക്കാൻ പോകുമ്പോഴാണ് ഞാൻ ആൾക്കാരോട് കൂടുതൽ ഇടപെടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വേറെയാണ്. വളരെ കുറച്ച് പേരോട് ഞാൻ സംസാരിക്കാറുള്ളൂ. എൻ്റെ ഫ്രണ്ട് സർക്കിളും വളരെ കുറവാണ്. ഇവൻ ഇഫ് യു ചെക്ക് മൈ സോഷ്യൽ മീഡിയ, കഴിഞ്ഞ ദിവസം എൻ്റെ സോഷ്യൽ മീഡിയ കയറിയിട്ട് ആ 2 നിമിഷങ്ങൾക്കുള്ളിൽ 2021 എത്തി എന്ന് പറയുന്നുണ്ട്. കാരണം അത്രേ ഞാൻ ഇടാറുള്ളൂ. അത് ഞാൻ ഇടുന്നതന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ മുംബൈക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെതായിട്ട് കളിക്കുകയും ഫസ്റ്റ് ബോൾ റൺഔട്ട് ആവുകയും ചെയ്യുന്ന ഒരു, അത് വല്ലാത്തൊരു, എന്തായിരുന്നു ആ ഉള്ളിൽ ഫീലിംഗ് വന്നത്? സോ ഐ ഇവൻച്വലി വാണ്ട് ടു ഗെറ്റ് ഓഫ് ദ ബാക്ക്. ഒരു ഫസ്റ്റ് ബോൾ ജ്യൂസി ഫുൾ ടോസ് ആണ്. ഇഫ് ഇറ്റ് വാസ് 3rd or 4th ബോൾ എനിക്കത് ദാറ്റ് ബോൾ അതിനൊരു ഷോർട്ട് ഓഫർ ചെയ്യാമായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് ഓഫ് ദ മാർക്ക്. അതിൻ്റെ ബേസിക്കലി ഞാൻ അതിന് ഓടാൻ കാരണം അത് എൻ്റെ മിസ്റ്റേക്കാണ്, മൈ ബ്രെയിൻ ഫേർഡ് മൂവ്മെൻറ്റ്. ബട്ട് സ്റ്റിൽ ആ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് സാക്കിബ് സലീം എന്ന് പറഞ്ഞാൽ ഈസ് എ സ്പ്രിൻറ്റർ. ഓക്കെ, അവൻ കയ്യിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇപ്പുറത്ത് വരും. ഐ വാസ് ഷുവർ, ബിക്കോസ് ഞങ്ങൾ കളിച്ചിട്ടുള്ളതാണ്. അവർ അത്രയ്ക്ക് സ്പീഡിൽ ഓടുന്ന, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ റൺസും എടുത്തിട്ടുണ്ട്. കയ്യിലിട്ട് കൊടുത്താലും. ബട്ട് അവനും പ്രതീക്ഷിച്ചില്ല ഞാനത് ഓടുമെന്ന് ഫസ്റ്റ് ബോളിൽ. എൻ്റെ മിസ്റ്റേക്കാണ്.
ആ ബോൾ എടുത്തു കഴിഞ്ഞിട്ട് സ്ട്രൈക്കേഴ്സ് എൻഡിലോട്ട് എറിയത്തുള്ളൂ. ബട്ട് ഐ ഹാഡ് ഫെയ്ത്ത് ഓൺ സാക്കിബ് സലീം. അവൻ എന്നെക്കാട്ടി സ്പീഡ് ഓടുന്ന വ്യക്തിയാണ്. ഞാൻ സ്പീഡ് ഓടുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ബട്ട് അവന് ഞാനും 2010 മുതൽ മോഡലിംഗ് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ വി നോ ഫോർ സോ മെനി ഇയേഴ്സ്. അവൻ നന്നായിട്ട് ഓടുന്നതാണ്. ഞാൻ വിചാരിച്ചു അവൻ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ അതെൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. വരുമെന്ന് വിചാരിക്കരുതായിരുന്നു. അവൻ്റെ വിക്കറ്റിന് എന്താണെങ്കിലും അതൊരു 50-50 ചാൻസസാണ്. ഓക്കെ, ഞാൻ അത്രേ ഉള്ളൂ. അത് ഇപ്പം പല ചാനൽ റിപ്പോർട്ട് ചെയ്തു ഒരു 100 അടിക്കാനുള്ള ആവേശത്തിലായിരിക്കും ഒരു പക്ഷേ രാജീവ് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ പെട്ട് പോകുന്നത് പറഞ്ഞ് അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ന്യൂസിലൊക്കെ റിപ്പോർട്ട് വന്ന ഞാൻ കണ്ടില്ല. ഞാൻ അയച്ചുതരാം. ഇനി വരുന്ന ഒരു സീസണിലൊക്കെ ഇപ്പം കേരള സ്ട്രൈക്കേഴ്സ് ഇനി വിളിച്ചു കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടി ഒരു 100% കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ഗിവൺ മൈ sweat and blood. When I say blood, I have literally given my blood to the team. ഫസ്റ്റ് സീസൺ കഴിയുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ താഴെ 11 സ്റ്റിച്ചസാണ്. ഇവിടെ ലാസ്റ്റ് കളി കഴിഞ്ഞിട്ട് 11 സ്റ്റിച്ചസാണ് ഇവിടെ. അന്ന് കണ്ടവർക്കേ അറിയത്തുള്ളൂ. 2023 സീസണിൽ റായ്പൂരിൽ ഫസ്റ്റ് ഇന്നിങ്സ് കളിക്കും. മലക്കോട്ട വാലി വന്ന് നടക്കാണ്. മൈ ആംസ് വെ ബിഗർ. ഞാൻ അതിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇന്നിങ്സ് റായ്പൂരിൽ കീപ്പർ നിന്നപ്പോൾ ഞാനൊരു ഫുൾ ലെങ്ത് ഡൈവ് ചെയ്തു ബോൾ പിടിക്കാൻ വേണ്ടി. അത് ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ സ്ലാപ്പ് ഇഞ്ചുറി എന്ന് പറയും. ആ ഇഞ്ചുറി ഉണ്ടായിട്ട് ഐ ഹാവ് ദ റിപ്പോർട്ട്. ഞാൻ തള്ളുകയല്ല കേട്ടോ, റിപ്പോർട്ടും ഉണ്ട്. ഡോക്ടറിനോട് പോയി ചോദിക്കാം. മെഡിക്കൽ ടെസ്റ്റർ ജേക്കബ് ഡോക്ടറാണ്. അവൽഷ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതായത് ഒരു പീസ് ഓഫ് ബോണ്ട്, ഒരു ചെറിയ സ്പെക്യൂൾ അവിടുന്ന് പൊട്ടി ഇവിടെ ഇപ്പോഴും നടപ്പുണ്ട്. 2 എൻ്റെ ഇവിടെ ഫ്രാക്ചറായി ഷോൾഡർ. പിന്നെ 3 എൻ്റെ ബൈസെപ്സ് ടെൻഡൻ കട്ടായിപ്പോയി. ഞാൻ പിക്ചർ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാം. എൻ്റെ കൈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ചെറുതായി. ഞാൻ വേദനയുണ്ട്. അപ്പം നമ്മൾ ഈ വേദന ഉണ്ടെങ്കിലും ഒരിക്കലും അല്ല, അത് ഈ ടഫ് കൈയാണ്. വേദന ഉണ്ട് പറ്റില്ലെന്ന് തന്നെത്താൻ പറയുന്നതല്ലേ. അപ്പോൾ ഞാൻ പെയിൻ കില്ലർ എടുത്ത് കഴിക്കും. എന്നിട്ട് അടുത്ത ജോധ്പൂർ മാച്ച് കളിച്ചു, ജയ്പൂർ മാച്ച് കളിച്ചു, മലക്കോട്ട വാലിമൻ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേദന മാറുന്നില്ല. കൈ ചെറുതായി പോവാണ്. പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആ വീഡിയോ കാണിച്ചു തരാം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഒരു 40 ദിവസം കഴിഞ്ഞപ്പോഴത്തെ കൈ, ഇപ്പുറത്തെ കൈ വലുതും ഇപ്പുറത്തെ കൈ പകുതിയായിപ്പോയി. ഞാൻ വേണം വീഡിയോ കാണിച്ചു തരാം. ആക്ച്വലി എന്നോട് പറഞ്ഞ കീ ഹോൾ സർജറി 8 months റെസ്റ്റ്. ബട്ട് ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ മീ. എനിക്ക് ഷൂട്ട് നടപ്പുണ്ട്, വേറെ ഷൂട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ റീഹാബിലിറ്റേഷൻ ചെയ്തു. ഞാനിങ്ങനെ റീഹാബിലിറ്റേഷൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആക്ച്വലി കെയിം ബാക്ക്. ഐ ബിക്കം നോർമൽ. ബട്ട് ദെൻ ആ പോയിന്റിലൊക്കെ കേരള സ്ട്രൈക്കേഴ്സ് എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ദാറ്റ് വാസ് ഇൻ 2023. അതിൻ്റെ CEO ബിന്ദു ചേച്ചി ആണെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഫോൺ ചെയ്ത് ഹൗ ആർ യു ഫീലിംഗ്, ഇങ്ങനെയുണ്ട് കൈ, ഇങ്ങനെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഐ ഹവ് ലിറ്ററലി ഗിവൺ മൈ ബ്ലഡ് എന്നാണ് പറഞ്ഞു വന്നത്. സോ എൻ്റെ ഫസ്റ്റ് ലോയൽറ്റി ഞാൻ കളിക്കുന്ന ടീമാണ് എൻഡ് ഓഫ് ദി ഡേ. അല്ലെങ്കിൽ ഞാൻ ഒരു മോശം മനുഷ്യനാവും. ബട്ട് ഇവൻച്വലി എൻ്റെ ടീം പുറത്തായ സ്ഥിതിക്ക് എനിക്ക് കേരള സ്ട്രൈക്കേഴ്സ് ജയിക്കണമെന്നാണ്, വിൻ ചെയ്യണമെന്നാണ്. ഒരു പക്ഷേ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ നിർഭാഗ്യം ഞാനായിരിക്കും. ചിലപ്പോൾ അവർ വിൻ ചെയ്തെന്നിരിക്കുക കപ്പ്. ബട്ട് കഴിഞ്ഞ ദിവസം ബംഗാളിനെതിരെ അവർ തോറ്റുപോയാണ്. ഐ വാസ് വാച്ചിങ് ഇറ്റ് വിത്ത് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ് വിത്ത് ബെയ്റ്റഡ് ബ്രെത്ത്. എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന മനസ്സിലെ ആഗ്രഹം. അതുകൊണ്ട് കേരള സ്ട്രൈക്കേഴ്സ് വിളിച്ചാൽ പോകാതിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഐ വിൽ റൺ ആൻഡ് ഗോ. ഈ ആളുകൾ ചതിയൻ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മെസ്സേജ് ശരിക്കും വിഷമം തോന്നിയായിരുന്നു. മീൻസ്ലി എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നി എന്താണെന്ന് അറിയാം, ഇത്രയും പേർക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെന്ന് അറിയാമല്ലോ എന്ന് ഓർത്തിട്ട്. അല്ലാത്ത ആർക്കും അങ്ങനെ വലിയ മെസ്സേജസ് ഒന്നും വരാത്ത സംഭവമാണ്. കോൺട്രവേഴ്സി അല്ല, റീച്ച് ഇപ്പോഴും ഇല്ല. ഓൾമോസ്റ്റ് ഡെഡായി കിടക്കുന്ന അക്കൗണ്ടാ, അതുകൊണ്ടായിരിക്കും. ബട്ട് ദെൻ എനിക്ക് എല്ലാവരോടും പോയി പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ നമുക്കൊരു ഉള്ളിലൊരു വിഷമം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം മുംബൈക്ക് വേണ്ടി കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ഇൻസിഡൻറ്റിൽ കൂടെ കടന്നു വയ്ക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്തായാലും ഇപ്പം എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ എവിടെയോ ഒരു വിഷം വരുമോ. എന്നാലും എന്നെ ഇൻക്ലൂഡ് ചെയ്തില്ലല്ലോ, ഞാൻ ഇത്രയും ഒരു ടീമിന് വേണ്ടി ഇത്രയും പേരെ ഒഴുക്കിയിട്ടും എന്നെ ഇൻക്ലൂഡ് ചെയ്തില്ലോ എന്ന് തോന്നൽ വരും. അപ്പം ആ ഒരു ടൈമൊക്കെ ഓവർകം ചെയ്യാൻ എന്താ ചെയ്യുന്നത്? അത് മാസങ്ങൾ മുമ്പ് നടന്ന കാര്യമാണ്. ഫസ്റ്റ്. സെക്കൻഡ് തിങ് ഇസ്, ഇപ്പം നമ്മൾ അത് ഓർത്തിരിക്കുകയാണ് ഐ ബിക്കം എ സോറി ഫിഗർ. ബട്ട് ഐ എം നോട്ട്. ദ വേ ഐ എം തിങ്കിങ് ഇസ്, ബോംബെയിൽ അവിടെ എനിക്ക് A കാറ്റഗറി കളിക്കാം. ബിക്കോസ് ഞാൻ അവിടെ 2 പടം ഹീറോയും കുറേ പടം വില്ലനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ B കാറ്റഗറി കളിക്കുന്ന വലിയ നടന്മാരുണ്ട്. ഗോഡ് ഇറ്റ്. പക്ഷേ എനിക്ക് അവിടെ A കാറ്റഗറി കളിക്കാനുള്ള യോഗ്യൻ ഞാനായെന്ന് ഓർത്തിട്ട് ഞാൻ ആ പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവൻച്വലി ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല എന്നുള്ള വേറെ കാര്യം. അതെനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ മീ ടു
ഗോ ആൻഡ് പ്രാക്ടീസ്. അതുകൊണ്ട് ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് ദ ടീം, നിങ്ങൾ എന്നെ ഇറക്കണ്ട, കാരണം ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കേരളത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് അവൻ എന്നെ ഫോഴ്സ് ചെയ്ത് ഇറക്കിയതാണ്. ഫസ്റ്റ് മാച്ച് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ സോഹൽ ഭായിയോട് പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല, കാരണം പ്രാക്ടീസ് അവർ തന്നെ 2 മാസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമായിട്ട്. ഐ ഡോണ്ട് വാണ്ട് ടു എന്ന് ഞാൻ പറഞ്ഞു. ഈ സൊഹൈൽ ഭായ് എന്ന് പറഞ്ഞത് സൊഹൈൽ ഖാൻ അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു സർക്കിളിൽ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണല്ലേ? അവർ ഞാൻ വളരെ സ്നേഹമുള്ള, വളരെ എന്താ പറയുക, ഭയങ്കര നല്ല മനുഷ്യരാണ് അവർ. സൽമാൻ അവരെല്ലാം അവർ പുറത്ത് കാണുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബട്ട് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ്. നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ എന്നുള്ള രീതിയിൽ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്ന വ്യക്തിയാണ്. സൽമാൻ ഭായ് എനിക്ക് അറിയാവുന്ന സോഹൽ ഭായ് വഴിയാണ്. സോഹൽ ഭായ് ഈസ് ദ വൺ ഹു ട്രീറ്റ്സ് മീ ലൈക്ക് എ ബ്രദർ. അവർ ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ്. അതിൽ കൂടുതൽ എന്താ പറയാ, ഒരു ക്രിഞ്ച് ചോദ്യമായിരിക്കും മേ ബി. പക്ഷേ ഈ സൽമാൻ ഖാനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ സൽമാൻ ഖാനായിട്ട് കണ്ടിട്ടുള്ള ആളെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ മലയാളത്തിൽ അങ്ങനെ അപൂർവം ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഈ എന്തെങ്കിലും ഒരു മൊമെന്റ് ഷെയർ ചെയ്യാം, സൊഹൈൽ ഖാൻ സൽമാൻ ഖാൻ അവരുമായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടാവും? സൽമാൻ ഖാൻ ബേസിക്കലി പുള്ളിക്കാരനാണെങ്കിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഗ്രൂപ്പുമായിട്ടേ വരത്തുള്ളൂ. ഹീ ഈസ് ഹാപ്പി വിത്ത് ദാറ്റ് ഗ്രൂപ്പ്. അതിൻ്റെ പുറത്തോട്ട് പുള്ളി ഭയങ്കര സൈലൻ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ സോഹൽ ഭായിയുടെ ബർത്ത്ഡേക്ക് പുള്ളിയുടെ ഫുൾ ഗ്രൂപ്പുമായിട്ടല്ല വന്നത്, 2-3 പേരുമായിട്ടാണ്. അപ്പോൾ പുള്ളി ഒരു കസേര ഇട്ടിട്ട് അവിടെ അങ്ങ് ഇരിക്കുക. വേറെ പുള്ളി അങ്ങനെയാണ്, പുള്ളി അധികം ആരോട് സംസാരിക്കും. പക്ഷെ പുള്ളിയുടെ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പാട്ടും ഡാൻസും ഭയങ്കര, ഈ രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് പണ്ട് ഓ ജാന ജാന പാടിയ കമാൽ ഖാനില്ലേ, പുള്ളിയുടെ ഒരു വലിയ സുഹൃത്ത് എപ്പോഴും വരും. പിന്നെ പുള്ളിയുടെ ബോഡി ഗാർഡ് ഷേര എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ആ പുള്ളി എപ്പോഴും ഉണ്ട്. പിന്നെ ബാദ്ഷാ ഉണ്ട്, പുള്ളിയുടെ വലിയ സുഹൃത്താണ്. പാട്ടുകാരൻ ബാദ്ഷാ ഇല്ലേ, മറ്റേ പഞ്ചാബി പാടുന്ന. ഓക്കെ, പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പുള്ളിക്ക്. അതിലാണ് പുള്ളിക്കാരൻ പാട്ടും അതും ഇതും എല്ലാം ഉണ്ട്. എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുള്ളി ഒരു സൈലന്റ് മനുഷ്യനാണ്. പുള്ളി അധികം വന്ന് കൈ കൊടുത്താലോ ഇങ്ങനെ വളരെ നന്നായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ വേറെ യൂണിവേഴ്സിറ്റി വ്യക്തിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സൽമാൻ ഖാനൊക്കെ ആയിട്ട്. ശരി, അതൊക്കെ എത്ര പലർന്നും നമുക്ക് അത് കിട്ടിയിട്ടുണ്ടാവുന്ന നമുക്ക് അറിയില്ല. വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു സൗഭാഗ്യങ്ങൾ. ഭാഗ്യം മാത്രമാണ്. അതായത് ഇപ്പം നന്നൂരിൽ നിന്നും ഇപ്പം അങ്ങ് ഉള്ളിലുള്ളൊരു ഗ്രാമമാണ്, അവിടെ നിന്ന് ഇപ്പം ബോളിവുഡ് വരെയുള്ള ഇത്രയും 15 വർഷം ട്രാവൽ ചെയ്യുന്നു. ഇപ്പോൾ CCL നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ പോലും ഒരു ഹീലിംഗ് പ്രോസസ്സിൽ ഓർത്തിട്ടില്ല, ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് എനിക്ക് ഇത്ര ലാംഗ്വേജസ് അറിയാം, ഇത്ര ഭാഷകളിൽ അഭിനയിക്കുന്നു, ഇപ്പം ഒരുപാട് രാജ്യങ്ങളിലെ പ്രശസ്തമായ റാമ്പുകളിൽ നടക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സൽമാൻ ഖാൻ്റെ വീട് വരെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ജേർണി എങ്ങനെ നോക്കി കാണുന്നത്? അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത് വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടി. ഇവഞ്ച്വലി എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ആൾക്കാർ എൻ്റെ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. മേ ബി 2000 കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ആൾക്കാർക്ക് എന്നെ അറിയ പോലും ഇല്ല. ഇല്ല, ഞാനാളെ ചില കോളേജസിൽ പണ്ട് ഞാൻ ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന സമയത്ത്, ചിലപ്പോൾ ഞാൻ എക്സജറേറ്റ് ചെയ്യാണെന്ന് തോന്നാം, എന്നാലും ആ സമയത്തൊക്കെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കാറ് വരെ കൊണ്ടുപോകാൻ പ്രയാസമായിരുന്നു. അത്രയും ആൾക്കാർക്ക് സ്നേഹം കാണിച്ചിരുന്നു. ഐ മീൻ ഗോഡ് ഹാസ് ബീൻ കൈൻഡ് ഇനഫ്. ബട്ട് അതേ കോളേജിൽ നിന്ന് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ ആരാണെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. സോ ഐ ഹാവ് സീൻ ഓൾ ദീസ് തിങ്സ്. ബട്ട് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാം, ഐ എം ഡൂയിങ് മൈ 53rd മൂവി. സോ 1 മൂവി ഐ ക്യാൻ ബി ബാക്ക്. അതാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത്, മലയാളത്തിലാട്ടോ. തീർച്ചയായിട്ടും എല്ലാത്തിനും ഇപ്പം സിനിമയിൽ വരാനൊരു ഭാഗ്യം, സിനിമ കിട്ടാനൊരു ഭാഗ്യം, സർവൈവ് ചെയ്യാൻ മറ്റൊരു ഭാഗ്യം. 15 വർഷം സർവൈവ് ചെയ്യാൻ ചെറിയൊരു കാര്യമല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഏതൊരു നടനെ സംബന്ധിച്ചാണെങ്കിലും അയാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഉള്ളിലൊരു വേദന ഉണ്ടാവുന്ന ഒരു കാര്യമൊക്കെയാണ്. ഈ ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഐ മീൻ ഐ വാച്ച് മൂവീസ്, ഐ ലേൺ തിങ്സ്. അല്ലെങ്കിൽ എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ കീപ് ഡൂയിങ് ദാറ്റ്. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സോ ഐ മേക്ക് യൂസ് ഓഫ് ദ ടൈം വിച്ച് ഐ ഹാവ്, വിച്ച് ഐ ഡോണ്ട് സ്ലീപ്പ്. 8 മണിക്കൂർ ഉറങ്ങാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വർക്കൗട്ട് റെജീം ആൻഡ് ഓൾ tedious ആണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയങ്ങൾ ഞാൻ മാക്സിമം യൂസ് ചെയ്യും. ഇപ്പോൾ CCL പറഞ്ഞപ്പം ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാന്ന് ചിലപ്പോൾ ആകാതിരിക്കാം. സിനിമയിൽ നിന്നും 6 വർഷത്തിൽ ഒരു സിനിമകൾ മാത്രമേ കിട്ടുന്നുള്ളൂ.
അപ്പം ഞാൻ അതിന്റെ- സ്വയം ഒന്ന് ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാം. ഇപ്പം ഞാൻ ഹിന്ദിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയുണ്ട്, സോറി തെലുങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിയുണ്ട്, ഷബാര എന്ന് പറഞ്ഞ്. ഇറ്റ്സ് എ ട്രഷർ ഹണ്ട് മൂവി, ഒരു വിഷ്വൽ ട്രീറ്റാണ് മൂവി. സോ അതിൽ ആൻറ്റഗണിസ്റ്റാണ് ഞാൻ, റൈറ്റ് ഓപ്പോസിറ്റ് ഹീറോ. ഐ ഹാവ് എ സ്റ്റോറി, അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ബട്ട് ഇവഞ്ച്വലി ആ സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്തിട്ടില്ല. അവർ ആലോചിച്ചുകൊണ്ടിരുന്ന നടൻ മലയാളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു വലിയ പടത്തിൽ വില്ലനായിട്ട് ചെയ്തു. ഇപ്പോൾ പ്രസൻ്റ്ലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടത്തിലും പുള്ളി തന്നെയാണ് മെയിൻ വില്ലൻ. ആ പുള്ളി ആക്ച്വലി ഡൽഹിക്കാരനാണ്. പക്ഷേ ആ മനുഷ്യനെയാണ് അവരതിൽ ഫിക്സ് ചെയ്തിരുന്നല്ല ഡയറക്ടർ മനസ്സിൽ കണ്ടിരുന്നത്. എന്നിട്ട് ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ കോണ്ടാക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അയാൾ എന്നെ കണ്ടു കഴിഞ്ഞിട്ട് അയാൾ എന്നെ ഫിക്സ് ചെയ്യായിരുന്നു. കാരണം ഇയാൾക്ക് എന്നെ അറിയാം, പക്ഷേ റീച്ച് ചെയ്യാൻ പറ്റില്ല. മേ ബി അയാൾ എൻ്റെ മാനേജറിനെ അയാൾക്ക് കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ്. ബട്ട് ദെൻ അവിടുത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കും, മലയാളത്തിൽ എന്നെ അതിന് പോലും യോഗ്യനായിട്ട് കാണുന്നില്ല. ഗോട്ട് ഇറ്റ്. മനസ്സിലായി. ഇപ്പം ഇത് കണക്ട് ചെയ്യുവാണെന്ന് പറയുകയാണെങ്കിൽ തന്നെ മലയാളത്തിൽ ഇപ്പോൾ 6 വർഷത്തിനുള്ളിൽ ഒരു സിനിമയെ ചെയ്തുള്ളൂ, വാലിബ മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പം പക്ഷേ എനിക്ക് കഴിഞ്ഞ കൊല്ലത്തിൽ ഒരു റിലീസ് ഉണ്ടായിരുന്നു, ബട്ട് ദാറ്റ് വാസ് ഡൺ ഡ്യൂറിങ്, അതൊരു നോൺ കൊമേഴ്ഷ്യൽ മൂവിയാണ്. അത് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം ചെയ്തിരുന്നത്. ഏതായിരുന്നു? പ്രതിമുഖം എന്ന് പറഞ്ഞത് സിദ്ധാർത്ഥ് ശിവൻ ഞാനുമാണ് അതിൽ മെയിൻ ചെയ്തിരുന്നത്. ബട്ട് ദാറ്റ് വാസ് ഷൂട്ട് കോവിഡ് ടൈമിൽ, ആ സമയത്ത് അന്ന് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ബട്ട് പുതിയ പ്രൊജക്ടുകൾ തുടങ്ങാൻ ഇല്ല. ഇപ്പം CCL നിന്ന് ഇങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വൈ എന്നൊരു ചിന്തയാണ്. ഇനി നമ്മൾ എല്ലാ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അവഗണന ഫീൽ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു തെറ്റിദ്ധാരണ വരാൻ റീസിലേക്ക് ആരെങ്കിലും പർപ്പസ്ഫുള്ളി ഇതിനെ കളിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണം, ഒരു സ്വയം ചിന്ത വന്നിട്ടുണ്ടോ? ഇല്ല, വൈ എന്നുള്ള ചിന്ത എല്ലാവർക്കും വരും. ബട്ട് വൈ എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്, അതിൽ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ള എൻ്റെ കടമയാണ്. തീർച്ചയായിട്ടും. ബട്ട് അൺലെസ് ആൻഡ് അൺടിൽ ഐ നോ ദാറ്റ് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്കത് നേരെയാക്കാൻ പറ്റത്തുള്ളൂ. ഇനി എന്നെ കൊണ്ട് നേരെയാക്കാൻ പറ്റുന്നല്ലെങ്കിൽ ഓക്കെ ഫൈൻ, നോ ഇഷ്യൂസ്. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് നേരെയാക്കും, 100% നേരെയാക്കും. ഐ ലവ് കേരള സ്ട്രൈക്ക്. അതെൻ്റെ 2011 പ്രാക്ടീസ് തുടങ്ങിയാണ്. ഇറ്റ്സ് ബീൻ എ ലോങ് ജേർണി. ട്രാവൽ ലോഡ് ഓഫ്. ആൾക്കാർക്ക് പറഞ്ഞാൽ എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും നമ്മൾ, അതായത് ഗ്രൗണ്ടിൻ്റെ നടുക്ക് നിൽക്കുമ്പം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു സോങ് ഒക്കെ ഉണ്ട്. ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേഡിയത്തിലും കളിച്ചിട്ടുണ്ട്, ആൾക്കാരില്ലാത്ത സ്റ്റേഡിയത്തിലും കളിച്ചിട്ടുണ്ട്. ഐ ഫെൽറ്റ് എവറിത്തിങ്. ചിലപ്പോഴൊക്കെ നമ്മൾ ക്യാച്ച് എടുത്ത് കഴിഞ്ഞിട്ട് പുറമോട്ട് നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റേഡിയത്തിനകത്തുള്ള ഗ്രൗണ്ടിലുള്ളതിനെക്കാട്ടി കുറച്ച് ആൾക്കാരായിരിക്കും സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം കൊച്ചിയിൽ 60,000 ആൾക്കാരുള്ള സമയത്തും കളിച്ചിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദ ഹോൾ ജേർണി. എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ടു, മിസ്റ്റർ രാജീവ് പിള്ള, താങ്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, അതിന്റെ കാരണം ഇതൊക്കെയാണ്, താങ്കൾ ഇത് പല വർഷങ്ങളിലും കേരളത്തിനെ ജയിപ്പിക്കുന്നു, അങ്ങനെ പറഞ്ഞാൽ താങ്കളെ സപ്പോർട്ട് ചെയ്തൊരു വളരെ ഇമോഷണൽ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ നമുക്കും ക്രിക്കറ്റിനെ, എല്ലാവർക്കും ക്രിക്കറ്റിനോട് ഇഷ്ടമാണ്. ഒരു 70% മലയാളികൾക്കും ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ളവരായിരിക്കും. അതിനുശേഷമാണ് ഇപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഫുട്ബോൾ വരികയുണ്ടാവുക. മേ ബി ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും മേ ബി അല്ലാണ്ട് വരിക. അപ്പം 90s ബോർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ക്രിക്കറ്റിനോട് ഒരു ഇഷ്ടം കൂടുതലായിരുന്നു. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അത്രയും ക്രിക്കറ്റ് ഇപ്പോൾ ആൾക്കാർ കളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൊച്ചു ഗ്രൗണ്ടുകളായിരുന്നാലും എല്ലായിടത്തും ക്രിക്കറ്റ് ആയിരുന്നു, വൈകുന്നേരങ്ങളിലൊക്കെ ക്രിക്കറ്റ് ആയിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ഒരു മാറ്റത്തിലേക്ക് വരുന്നത്. അപ്പം ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ ഇമോഷണലി ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. താങ്കളുടെ തിരിച്ചുവരവ് എല്ലാവരെ പോലെ, എന്നെ പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കട്ടെ. അടുത്ത വർഷം ഇതുപോലെ തന്നെ തിരിച്ചു വരട്ടെ. 1-2 ചോദ്യങ്ങളും കൂടെ ചോദിക്കാനുള്ളത്. ഈ ഒറ്റയ്ക്ക് ഒക്കെ ഒരുപാട് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൗഹൃദ വലയങ്ങൾ താരതമ്യേന കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക്. ഈ സിനിമകൾ ഇല്ലായിരിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, സുഹൃത്തുക്കളോട് പോയിട്ട് അവസരം ചോദിക്കാൻ ശ്രമിക്കും. ഇപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണ്, വിനീത് ശ്രീനിവാസൻ എലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊട്ട് നിങ്ങൾ പരിചയമുള്ളവരാണ്, ആ സമയം തൊട്ട്. അപ്പം അത്രയും കോൺടാക്റ്റുകൾ ഉള്ള ഒരാൾക്കൊരു പ്രൊജക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ ആൾക്കാരുടെ സ്വന്തം പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവസരങ്ങൾ ചോദിച്ച് ഇടിച്ചു കയറാൻ ശ്രമിച്ചിട്ടില്ലേ? ബ്രദർ, അതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. ഒരു മേജർ കാരണം എനിക്ക് കുറേ ദുരഭിമാനമുണ്ട് ബ്രോ. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുക തന്നെ ഞാൻ വന്ന് ഓഡീഷൻ ചെയ്തോട്ടെ എന്ന്. കാരണം ദ തിങ് ഈസ് ദാറ്റ് ഞാൻ ഓഡീഷൻ ചെയ്തിട്ട് എനിക്കൊരു മൂവി കിട്ടുകയാണെങ്കിൽ ദ മൊമെൻറ്റ് ഐ സീ മൈസെൽഫ് ഇൻ ദ മിറർ ഐ ക്യാൻ സേ ദാറ്റ് നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നിനക്കത് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര ഗൂസ് ബം മൊമെൻ്റ് ആണ്. ഓക്കെ, ഓരോ തവണ ഞാൻ ചെയ്യുന്നതും അങ്ങനെയാണ്. എനിക്ക് സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് എനിക്ക് മൂവി തന്നിട്ടുള്ള ജൂഡ് ആൻ്റണി മാത്രമാണ്. ലിജോ സാറാണ് എനിക്ക് പിന്നെ മലയാളത്തിലുള്ള സുഹൃത്ത്. അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ പുള്ളി എന്നോട് ചോദിക്കണ്ട. ഇവരോട് 2 പേരോടും എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ അവർ തരും, എനിക്കിനി ചോദിക്കേണ്ട ആവശ്യമില്ല.
ബട്ട് ബാക്കിയുള്ള ആൾക്കാരെ എനിക്ക് അറിയാവുന്ന ആൾക്കാരോട് ഐ വിൽ സേ ഞാനിങ്ങനെയാണ് പറയാറ്. ബിക്കോസ് ഐ ഹാവ് ഗിവൺ ഓഡീഷൻസ്, നമ്പർ ഓഫ് ഓഡീഷൻസ്. ഇപ്പോഴും ഞാൻ ഓഡീഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ചില ഓഡീഷൻസ് അല്ല, ഓൾ ഓവർ. ഓക്കെ, ബട്ട് ദെൻ ഐ എം യൂസ് ടു ഇറ്റ്. ഐ വാണ്ട് ടു കം അപ്പ് ലൈക്ക് ദാറ്റ്. ഒരാൾ ഒരിക്കലും നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ എങ്ങും വരാൻ പറ്റത്തില്ല. പക്ഷേ ആ സഹായത്തിൽ പോലും നമ്മൾ യോഗ്യനാണെന്നൊരു ചിന്ത നമുക്ക് വേണം. ഇല്ലെങ്കിൽ ഒരാൾ നമ്മളെ പുഷ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞാനില്ല അവിടെ. എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല, വേറെ ആരുമില്ല, പോയി ചോദിക്കുന്നുമില്ല കാര്യങ്ങൾ. ബട്ട് സ്റ്റിൽ ഐ പ്രൂവ് മൈസെൽഫ്. എന്നെപ്പോലുള്ള എത്ര പേർക്ക് അത് പ്രചോദനമായിരിക്കും. മോഡലിംഗ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ശരീരം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ പോലും ഞാനത് സക്സസ്ഫുൾ ആയ ഒത്തിരി പേർക്ക് പ്രചോദനം ഉണ്ടാകും. സിനിമകളിൽ ഇപ്പം ഇങ്ങനെ ഈ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ അവസരങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട്. സ്വന്തമായിട്ട് നമുക്കന്ന് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ നമുക്കൊരു റോള് ചെയ്യാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് വന്നിട്ടോ? അതുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. തെലുങ്കിലാണത് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ. ഐ മീൻ ഞാനും ഡയറക്ടറും കുറച്ച് പേര് കൂടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് ഇൻ തെലുഗു. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയത്തില്ല. അത് തെലുങ്കിനാണ്. മലയാളത്തിൽ അങ്ങനെ ഒരു മലയാളത്തിലെ ആൾക്കാർ ഞാനിവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. ഒരു മലയാളി ലുക്കിൽ താരം പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചിലരൊക്കെ വന്ന് ഹിന്ദിയിൽ സംസാരിക്കും. എന്തിനാണെന്ന് എനിക്കറിയാം. ഞാൻ അവരോട് മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയിൽ സംസാരിക്കും. ഞാനിവിടെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും. എൻ്റെ പഠിത്തത്തിന് വേണ്ടി ഞാൻ പുറത്തു പോയി, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി പുറത്തു പോയി, തിരിച്ച് വീണ്ടും ഇവിടെ വരും. ബട്ട് സ്റ്റിൽ ചിലർ എന്നെ കണ്ട അപ്രോച്ചബിളായിട്ട് തോന്നുന്നതല്ലെന്ന് പലരും പറയാറുണ്ട്. അതായത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കടുത്ത ജാടയാണെന്ന് തോന്നും, സംസാരിച്ചു കഴിയുമ്പോൾ മാറും. എനിക്ക് മറ്റേ ഈ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു. എന്നാലും എനിക്ക് ആ കൗണ്ടർ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു സിനിമയിലെ കൽപ്പന ചേച്ചി പറയട്ടെ, പാവത്തുകൾക്ക് ഇമ്മാതിരി ലുക്ക് കൊടുക്കരുത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ലുക്ക് എന്നൊക്കെ പറയുന്ന ഓരോ മനുഷ്യർ. ചിലർക്ക് ഞാൻ വിരൂപനായിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. ഡിപ്പെൻസ്. ആ ഒരു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബോളിവുഡ് സ്റ്റൈൽ ലുക്ക് നമ്മുടെ മലയാളികൾ കൽപ്പിച്ച് തന്നിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ, ബോളിവുഡ് ആക്ടേഴ്സിന്റെ ആ ഒരു ലുക്കിലേക്ക് എത്തി, ആ ഒരു മോഡൽ, ആ ഒരു ലുക്കിലേക്കുള്ള ഒരു ഫേസും ബോഡിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം മേ ബി പലർക്കും ഈ ഒരു തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? യഥാർത്ഥത്തിൽ ഞാൻ ജാടയല്ല, ഞാൻ അവൈലബിൾ ആണ്. എന്നോട് ഐ മീൻ ഞാൻ എന്താ പറയുക, ഞാൻ പറയുന്നത് തെറ്റാണെന്നോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നോ, അല്ലെങ്കിൽ അവൻ വൃത്തികെട്ടവരാണെന്നോ, അവൻ ആ ചെയ്തത് തീരെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാനൊരു നല്ല മനുഷ്യനല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നു. ഈ ലൈഫിൽ ഇപ്പം ഒരു റിഗ്രറ്റ് ഒക്കെ സൂക്ഷിക്കുന്ന ആളാണോ? പലപ്പോഴും പല കാര്യങ്ങൾ റിഗ്രറ്റ് ഉണ്ടാകാറുണ്ട്. അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞാൻ എന്നോട് ഒരു പക്ഷേ ഒരു 5 വർഷം മുമ്പ് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്യില്ലായിരിക്കും. ഞാൻ ചെയ്തതിനെ പറ്റി ഓർത്തിട്ട് ഞാൻ വിഷമിക്കുന്നുണ്ടായിരിക്കും. എവൻച്വലി അത് പല കാര്യങ്ങൾക്കുണ്ടാകാറുണ്ട്. ഒരു കാര്യത്തിൽ നിന്നൊന്നുമല്ല, ഒരു കാര്യം മാത്രമായിട്ടല്ല, ഒത്തിരി കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഉണ്ടാകാറുണ്ട്. സീസണിലായിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കണം. ഇപ്പം ഈ സീസൺ കഴിയുന്നു, അടുത്ത സീസണിലും ഇതേപോലെ എൻ്റെ നിലപാടുകൾ തുടരുകയാണ്. ഇതേ ക്രൂ മെമ്പേഴ്സ് തന്നെയാണ്, ഇതേ കളിക്കാർ തന്നെയാണ്, ഇതേ നിലപാടാണ് തുടരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു പക്ഷേ ഭാവി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഐ ഡോണ്ട് ഹാവ് മെനി ക്രിക്കറ്റിംഗ് ഇയേഴ്സ് ലെഫ്റ്റ് ഇൻ മീ. ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഐ കീപ് മൈ ഫിറ്റ്നസ്, ഐ ക്യാൻ റൺ, ഐ ക്യാൻ ജമ്പ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമുക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഇഫ് ഐ ഫീൽ ദാറ്റ് ഐ എം നോട്ട് ഫിറ്റ്, ഐ വോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. മനസ്സിലായി? എനിക്ക് ആ ഫിറ്റ്നസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോഴും ഇതുവഴി ഒരു ബോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് പറന്ന് ചാടാമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം ഞാൻ വരില്ല. മനസ്സിലായി. ഈ നിങ്ങളുടെ സൗഹൃദത്തിൽ പിറന്ന സിനിമയാണ് മൈഫ് ആൻഡ് രാമു ഒക്കെ വന്നേ. പിന്നീട് ആ ഒരു ഗ്യാങ്, ഒരു സൗഹൃദ അപ്രോച്ച് മറ്റൊരു സിനിമ, എനിക്ക് നിഖിലൊന്നും വേറെ സിനിമയിലേക്കൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അല്ല, നിഖിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ബട്ട് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ദർ വാസ്, അന്ന് 2012 CCL കഴിഞ്ഞ സമയത്ത് എനിക്ക് 2 പടത്തിന് സാറ്റലൈറ്റ് വാല്യൂ കിട്ടിയായിരുന്നു. അതിൽ ഒരു പടമാണ് മൈഫ് ആൻഡ് രാമു. അന്നത്തെ കാലത്ത് OTT ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാറ്റലൈറ്റ് വാല്യൂന് ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ നിഖിൽ ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ ഈവൻ നൗ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഫോൺ കോളിന് ഓടി വരുന്ന ഒരു വ്യക്തിയാണ് നിഖിൽ. ബട്ട് സ്റ്റിൽ നിഖിലിൻ്റെ ലൈഫ് ഒത്തിരി മാറിപ്പോയി. പിന്നെ എൻ്റെ ലൈഫും പലയിടത്തോട്ട് പോയി. അതുകൊണ്ട് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയില്ല. ബട്ട് സൈജു പ്രൂവ്ഡ് ഹിംസെൽഫ്. സൈജു ഇല്ലാത്ത മലയാളം പടം ഇല്ലല്ലോ. ഇല്ല, നായകനായിട്ട് വരുന്നു, കോമഡിയായിട്ട് വരുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ സിനിമ 6 സൈജു കുറിപ്പുണ്ട്. നിഖിൽ അദ്ദേഹം ഇപ്പം സംഗീതം ആ ഒരു മേഖലയല്ല. അല്ല, അദ്ദേഹം എനിക്ക് ദുബായിൽ എന്തോ ഒരു
ഡാൻസ് സ്കൂളോ സംഗീത സ്കൂളോ എന്തോ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ പുള്ളി ഇവിടെ തിരിച്ചു വന്നു. എന്തോ ഇപ്പോൾ പ്രൊഡക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഒരു കോമൺ ഫ്രണ്ടിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് പുള്ളിയാണ് മാനേജ് ചെയ്യുന്നത്. സോ ഈസ് കംപ്ലീറ്റ്ലി ഇൻവോൾവ് വിത്ത് ദാറ്റ്. അല്ല, പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ വല്ലപ്പോഴേ കാണാറുള്ളൂ. മനസ്സിലായി. ഇപ്പം ഞാൻ ചുമ്മാ ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുന്നത്, നമ്മളൊരു ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാവും. ഈ CCL അങ്ങനെ ഒരു സംഭവത്തിൽ രാജീവ് പിള്ള ഉണ്ടോ അങ്ങനെ ഗ്രൂപ്പ്? ബേസിക്കലി എല്ലാ ഗ്രൂപ്പും ഇത് ഒഴിഞ്ഞു മാറും, ജോയിൻ ഗ്രൂപ്പ്. കാരണം ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ലല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലാണ്. അപ്പോൾ അവരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. ആ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് ഒരു പക്ഷേ ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ എന്നോട് ദേഷ്യമായിരിക്കും. അതിലും ഭേദം നമ്മൾ ഒഴിഞ്ഞു മാറുന്നതാണ്. വി ആർ ഹാപ്പി വിത്ത് അവർ ലൈഫ്, ലെറ്റ് ദം ബി ഹാപ്പി വിത്ത് ദെയർ ലൈഫ്. അതുകൊണ്ട് ഞാൻ മാറിപ്പോകും. സിമ്പിളായിട്ട് തന്നെ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയെന്നാണോ, പണ്ടേ ഗ്രൂപ്പിൽ ഇല്ലെന്നാണോ? എക്സിറ്റ് ആവും, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. പണ്ടുണ്ടായിരുന്നു 2012-14 വരെ എങ്ങാണ്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ആക്റ്റീവ് ആകുക ആ സമയത്ത് മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പം ഇല്ല. പിന്നെ എന്നെ ആഡ് ചെയ്യാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു, എൻ്റെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. എന്തായാലും മലയാളത്തിൽ ഉടനെ ഒരു വലിയ കരിയർ ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രങ്ങൾ വരട്ടെ. അന്യഭാഷയിൽ ഞാൻ ഒന്നും പറയാം, കാരണം അവിടെ ഇഷ്ടംപോലെ തിരക്കുകളുണ്ട്, അവിടെ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട്. മലയാളത്തിലാണ് എന്നെ വെറുതെ ഇരുത്തിയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ തന്നുകൊണ്ട് വന്നിട്ടുണ്ട്. അല്ല, ഈ ഇപ്പം ഇത്രയും ഗ്യാപ്പ് വന്നത് തന്നെ നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് റെഫർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് ആൾക്കായി എന്നുള്ള ചിന്ത നമുക്ക് വരാൻ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തിച്ചിട്ടില്ല. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ. തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടട്ടെ, മലയാളത്തിലും ഇതുപോലെ തന്നെ. Thank you, sir. I also wish so. Thank you so much. Thank you so much for having me. തീർച്ചയായിട്ടും. All the very best. Thank you. Yes! Oxygen Year End Sale. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.